എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരായിരം നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് ഈ ചാനലിലൂടെ അനേകം അത്ഭുതങ്ങളാണ് അമ്മ മാതാവ് നടത്തുന്നത്. അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ കാര്യമാണ്. ഈ വീഡിയോ ഏത് മക്കളിലേക്കാണോ എത്തുന്നത് ആ മക്കളെ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രാർത്ഥന വീഡിയോ നിങ്ങളുടെ പക്കലേക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങളിത് നിരസിക്കരുത്. ഈ പ്രാർത്ഥന അമ്മ മാതാവ് വെളിപ്പെടുത്തിയ പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കെടുക്കുകയും അമ്മ മാതാവ് നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങൾ അതിഭക്തിയോടുകൂടെ പങ്കുചേരുകയും ചെയ്യുക. അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ സമർപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ സ്വന്തം മക്കളായി തീരുവാനായിട്ട് ലൈവിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ മാതാവിനോട് നേരിട്ട് നിങ്ങൾ സമർപ്പിക്കുക. ഞാൻ ഉറപ്പ് പറയുന്നു, എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും ആ പ്രശ്നങ്ങളിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. കാരണം അമ്മ മാതാവ് സ്വന്തം മക്കളാക്കി ഏറ്റെടുത്തവരെ എല്ലാവരെയും അമ്മ മാതാവ് ഒരു കാലത്തും കൈവിടില്ല, ഒരു കാലത്ത് കൈവിടുന്നതുമില്ല. അമ്മ മാതാവ് അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്തു നീക്കുന്നുണ്ട്. എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളൊക്കെ എടുത്തു നീക്കിക്കൊണ്ട് അവരനുഭവിക്കുന്ന എല്ലാ വേദനകളും അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് അവരനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാ വിഷമതകളും അവരിൽ നിന്ന് അമ്മ മാതാവ് എടുത്തു നീക്കിക്കൊണ്ട് അമ്മ മാതാവ് അവരെ സ്വതന്ത്രരാക്കി. അതുപോലെ തന്നെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം അമ്മ മാതാവ് അവർക്ക് നൽകുന്നു. ഈ പ്രാർത്ഥന വീഡിയോ നിങ്ങളിലേക്ക് എത്തിയത് നിങ്ങളെ തിരഞ്ഞെടുത്ത് നിങ്ങളെയും സ്വന്തം മക്കളാക്കി മാറ്റിക്കൊണ്ട് അമ്മ മാതാവിന് നിങ്ങളുടെ ജീവിതത്തിലും അനേകം അത്ഭുതങ്ങൾ നടത്തുവാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരുകയും ലൈവിൽ പങ്കെടുക്കുന്നതിനായിട്ട് ചാനലിൽ കയറി ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുക. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. അമ്മ മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മയോട് ഞാൻ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളുടെ ഓരോ പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുവാണ്. പ്രാർത്ഥനയിൽ അതിഭക്തിയോടുകൂടി പങ്കുചേരുക. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കളെല്ലാവരും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ആദ്യം തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ് എൻ്റെ മക്കൾ എൻ്റെ പ്രാർത്ഥന മറ്റു മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മക്കളെല്ലാവരെയും അമ്മ മാതാവ് അനുഗ്രഹിക്കുമെന്നും ആ മക്കളുടെ അടുത്ത തലമുറയെ പോലും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ അമ്മേ മാതാവേ, ആദ്യം തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനാ വീഡിയോകൾ മറ്റു മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അവരെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ ചാനലിലെ പ്രാർത്ഥന വീഡിയോയ്ക്കെല്ലാം കമൻറ്റായിട്ടിടുന്ന അവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അവരെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അവരുടെ എല്ലാ തരത്തിലുള്ള വിഷമതകളും കഷ്ടതകളും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. ആ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ആ മക്കളെ മുഴുവൻ അമ്മയുടെ സ്വന്തം മക്കളാക്കി മാറ്റുവാനായിട്ട് അമ്മ മാതാവ് മക്കളെല്ലാവരെയും ലൈവിൽ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് പങ്കെടുപ്പിക്കണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ സാമ്പത്തികപരമായിട്ട് തകർന്നു നിൽക്കുന്ന മക്കളുണ്ട്. അമ്മേ മാതാവ്, അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം ഈ മക്കളെ അമ്മ മാതാവ് വിടുവിക്കണമേ. ഈ മക്കളെല്ലാവരെയും അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ ജീവിതം സമ്പന്നതയിലേക്ക് അമ്മ മാതാവ് ഉയർത്തണമേ. അമ്മയുടെ പ്രത്യേക കരസ്പർശം ഈ മക്കളുടെ മേലുണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ പ്രത്യേകമായിട്ട് ഈ മക്കളെ അനുഗ്രഹിച്ച് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്തിന് അമ്മയുടെ നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങളാണല്ലോ അമ്മ മാതാവ് ഈ ചാനലിലൂടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങൾ നടത്തണമേ. ഇവരുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഇവർ തകർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമ്മേ മാതാവ് ഇവരെ എല്ലാ സമയത്തും അമ്മ മാതാവ് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് ഈ മക്കളുടെ സാമ്പത്തിക സ്ഥിതി അമ്മ മാതാവ് ഉയർത്തിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് സമ്പന്നതയിലേക്ക് നയിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക കരസ്പർശം ഈ മക്കളുടെ മേൽ അമ്മ മാതാവ് ഉയർത്തുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മേ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, ഈ മക്കളുടെ കടബാധ്യത പൂർണ്ണമായിട്ടും അമ്മ മാതാവ് എടുത്ത് നീക്കണമേ. അമ്മ മാതാവ് അനേകം അത്ഭുതങ്ങളാണല്ലോ കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കളുടെ ജീവിതത്തിൽ അമ്മ മാതാവ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മക്കളുടെ ജീവിതത്തിലും അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളുടെ കടബാധ്യത പൂർണ്ണമായിട്ടും എടുത്ത് നീക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മയുടെ അത്ഭുതമായിട്ടുള്ള ഇടപെടൽ ഈ സമയത്ത് തന്നെ ഈ മക്കളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തൊരാവശ്യം തുടങ്ങുവാനും ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നുണ്ട്. അമ്മേ മാതാവ് അവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ലൈവിലും പങ്കെടുക്കാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാക്കണമേ. അതുപോലെ തന്നെ അവരുടെ ആ സാഹചര്യം അമ്മ മാതാവ് ഒരുക്കി കൊടുക്കണമേ ലൈവിൽ പങ്കെടുക്കുവാനായിട്ട്. അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമ്മുടെ നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ട് അതിലൊരു രീതിയിലുള്ള ഗ്രോത്തും ഇല്ലാതിരിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അമ്മയുടെ ഇടപെടൽ മൂലം തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ബിസിനസ്സിൽ പ്രത്യേകമായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിക്കൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഈ മക്കളിൽ ഉണ്ടാകാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നഷ്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ട് മക്കളെ കുറ്റപ്പെടുത്തുന്നത് മറ്റുള്ളവർ ആ മക്കളെ അംഗീകരിക്കാത്ത രീതിയിലൂടെ കടന്നു പോകുന്ന മക്കളുണ്ടെങ്കിൽ
അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവ് ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് അനേക മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, ആ സമയങ്ങളിൽ പോലും അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിലുണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കുന്നതിന് ഓർത്ത് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യേക ഇടപെടൽ മൂലം ഈ മക്കൾക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ. വിദേശത്ത് പോകാനായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മേ മാതാവേ, വിദേശത്തേക്ക് പോകാനായിട്ട് അവിടെ നല്ല ജോലി ചെയ്യുവാനായിട്ട്, ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജോലി ചെയ്യുവാനായിട്ട്, ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാലറിയോടുകൂടി ജോലി ചെയ്യുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ പ്രത്യേക കരസ്പർശം ഈ മക്കളുടെ മേലുണ്ടാകണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് മക്കളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അത്ഭുതങ്ങൾ നടത്തുന്ന മാതാവേ, അനേക ശക്തിയേറിയ അത്ഭുതങ്ങൾ നടത്തുന്ന മാതാവേ, അമ്മ മാതാവ് ഈ മക്കളുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ നടത്തണമേ. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥന പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ, അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ അമ്മ മാതാവ് നടത്തണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. ആ മക്കൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് ആ മക്കളിൽ നിന്ന് എടുത്തു നീക്കിക്കൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടെ തന്നെ ആ ജോലി ചെയ്യുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ, ഈ മക്കളെല്ലാവരെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യേക സ്പർശത്താൽ ഈ മക്കളുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം വരെയും ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കുന്നതിനെ ഓർത്ത് എന്നോട് നന്ദി പറയുവാണ്. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അമ്മ മാതാവേ, ഈ മക്കൾക്ക് ഗവൺമെൻറ് ജോലി ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ലഭിക്കുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഈ മക്കളോടൊപ്പം തന്നെ അമ്മ മാതാവ് എപ്പോഴും ചേർന്ന് നിൽക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം വരെയും ഈ മക്കൾക്ക് ചുറ്റും അമ്മ മാതാവ് ഒരുക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മ മാതാവ് നേഴ്സുമാരെ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരനുഭവിക്കുന്ന വേദനകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിലും അവരുടെ ആ സാഹചര്യങ്ങൾ മാറ്റുവാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. അതുപോലെ തന്നെ ഏതെങ്കിലും മക്കളും ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിനുള്ള ഇടപെടൽ അമ്മ മാതാവിൻ്റെ ഇടപെടലിൽ നിന്നുണ്ടാവണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിക്കണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിത രീതി അമ്മ മാതാവ് ഈ മക്കൾക്ക് നൽകണമേ. അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുമ്പോൾ തീർച്ചയായിട്ടും അമ്മ മാതാവ് അക്കാര്യം അമ്മ മാതാവ് ഉറപ്പ് നൽകിയതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം അമ്മ മാതാവ് നൽകുമെന്ന്. അമ്മ മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം ഈ മക്കൾക്ക് ചുറ്റുമുണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ അമ്മ മാതാവ് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ രോഗ സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ടും എടുത്ത് നീക്കുവാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ. അവരെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഏത് രോഗാവസ്ഥയിലൂടെയാണ് ഈ മക്കൾ കടന്നു പോകുന്നത്, ആ രോഗം മുഴുവനും ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ദൂരെ പോകാനായിട്ട് വിട്ടുപോകാനായിട്ട് അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടലുണ്ടാകണമേ. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശാരീരികപരമായിട്ട് നേരിടുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരെ മുഴുവനും അമ്മ മാതാവ് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേക ഇടപെടലുണ്ടാവണമേ. അമ്മയുടെ കരസ്പർശം ഈ മക്കളുടെ ശിരസിന്മേൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളെ പൂർണ്ണമായിട്ടും അമ്മ മാതാവ് വിശുദ്ധീകരിച്ചുകൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിയിലുള്ള അനേകം അത്ഭുതങ്ങൾ നടത്തുന്ന അമ്മയെ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് പോലും അനേക മക്കളെ അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ലൈവിൽ പങ്കെടുക്കുന്ന മക്കളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. അമ്മ മാതാവ് ആ മക്കളെ സ്വന്തം മക്കളായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞതാണ് ആ മക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം മാതാവ് നൽകുമെന്ന്. അത് നൽകുന്നതിനെ ഓർത്ത് അമ്മയുടെ നന്ദി പറയുവാണ്. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥന പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. വിവാഹം നടക്കാതെ മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. വിവാഹം നടക്കുവാനുള്ള സാഹചര്യം മാതാവ് ഒരുക്കണമേ. അതുപോലെ തന്നെ ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ. അതുപോലെ തന്നെ സ്ഥലവും വീടും വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് മക്കളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന ഇവരുടെ പ്രാർത്ഥന അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് അമ്മ മാതാവ് മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും അവരുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അമ്മ മാതാവിനോട് നേരിട്ട് സമർപ്പിക്കുക. അമ്മ മാതാവ് ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥനയെ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു. അമ്മ മാതാവ് മക്കളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അമ്മ മാതാവ് വെളിപ്പെടുത്തിയതനുസരിച്ച് ഈ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ആവശ്യങ്ങൾ കമൻറ്റായിട്ട് ഇടുകയും അതുപോലെ തന്നെ മറ്റു മക്കളിലേക്ക് ഈ പ്രാർത്ഥന വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ജോയിൻ ചെയ്ത് ഇന്നത്തെ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യും. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു.